അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ടേസ്റ്റി ഈസി ചട്ടണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ദോശയുടെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 സവാളയാണ് ഇപ്പോൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതൊരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് 2-3-4 പീസ് വെളുത്തുള്ളിയും ഒരു പച്ചമുളക് കട്ട് ചെയ്തുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഏകദേശമൊക്കെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതിയാകും. അതിൻ്റെ ആ പച്ചക്കുത്തിലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു വറവിട്ട് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്ടണിയാണ്. എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഇത് ദോശയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കുകൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.